ഞാൻ ബെഡിൽ കിടന്ന് നിങ്ങളെ നിക്കുകയാണെങ്കിൽ നിങ്ങളെ നോക്കുമ്പോ അങ്ങോട്ടും അങ്ങോട്ടും ആവും. ഈ ബ്രെയിൻ ട്യൂമർ എന്ന് പറഞ്ഞ അസുഖത്തിന് സർജറി അല്ലാതെ മരുന്നില്ല. ഒക്കെ ടെൻഷനാണ് ഞാൻ. പക്ഷെ ടെൻഷൻ പറഞ്ഞാല് ആ ടൈമിൽ കുറച്ച് സീരിയസ് ആയിരുന്നു. ആ കുട്ടീനെ ഞങ്ങൾ കണ്ണിൽ കണ്ടത് അങ്ങനെയാണ്. പിന്നെ നമുക്ക് അറിയില്ലല്ലോ ഏതാണ്. ഇടക്കിടക്ക് എനിക്ക് പ്രഷർ ലോ ആവും. നമ്മുടെ ശരീരം പറ്റകട്ടി തണുത്ത് അടിയേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവൾക്ക് കണ്ണാണൂല. ഇവിടെ സ്ട്രൈറ്റ് നോക്കണം. സ്ട്രൈറ്റ് ഉള്ളവൾക്ക് നോക്കാൻ കഴിയുക. പിന്നെ ഇവിടെ കണ്ണ് പെട്ടെന്ന് കോങ്ങണ്ണാവും. അതിപ്പോഴോ ഇവിടെ ബെഡിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ബെഡിൽ കിടന്ന് നിങ്ങളെ നിക്കുകയാണെങ്കിൽ നിങ്ങളെ നോക്കുമ്പോ അങ്ങോട്ടും ആവും. ഇങ്ങനെ ഇരിക്കുമ്പോ കറക്റ്റ് ആക്കാരം. അങ്ങനെ പിന്നെ ഞങ്ങള് ഇപ്പോഴും എനിക്ക് ആ ഒരു ഇതിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കണത്. ഡെയിലി ഇങ്ങനെ ഡോളോ അയച്ചാണ്ട് ദിവസം 2-3 ഡോളാണ്. ഞാൻ പറഞ്ഞു കുടിച്ചണ്ട, കിഡ്നി വരെ പോണ കാര്യമാണ്. ഡോളർ അത്രയും ഡേഞ്ചർ സാധനം. പക്ഷെ ഒരു പറയുന്നുണ്ട് നമ്മ വേദന സഹിക്കണ നമ്മളാണല്ലോ. ഞാൻ കൊറേ പിടിച്ചു നിക്കും. നാളെ രാവിലെ ഞങ്ങള് കോയമ്പത്തൂര് ഏതാണ് ഹോസ്പിറ്റലിന്റെ പേരൊന്നും എനിക്കറിയില്ല. വേറെ ആരോ പറഞ്ഞിട്ട് പോലും ഞങ്ങളെ കൂടെ പോരുന്നൊക്കെ ഉണ്ട്. നമ്മൾ സ്നേഹിക്കുന്ന ഒരു കോഴിക്കോട്ടത്തെ ചെക്കനാണ്. ഞങ്ങൾ ഇന്നലെ സത്യം പറഞ്ഞാൽ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി കോഴിക്കോട് പോയിരുന്നു. അപ്പൊ ഇങ്ങനെ ഈ സംസാര വിഷയം ഉണ്ടായപ്പോ ഒരു സുഹൃത്തിന്റെ ഇങ്ങനെ മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ഒരു ചെക്കനാണ്. സോലി അല്ലേ? ഓൻ പറഞ്ഞു ഞാൻ പോരാ നിങ്ങളപ്പം കോഴിക്കോട്ടേക്ക് ആ ഡോക്ടറേക്ക് ഒന്ന് പോറാം. അല്ല, കോയമ്പത്തൂർക്ക് ഇനി രാവിലെ 7 മണിക്ക് അവിടെ എത്തണം. അപ്പൊ ചുരുങ്ങിയ 2 മണിക്കൂർ ഇവിടുന്ന് 2 മണിക്ക് നമ്മള് പോകേണ്ടി വരും. കോയമ്പത്തൂർ എത്തുന്നുണ്ട്. അത് രാവിലെയാണ് പോണത്. പിന്നെ ഇതിന് ശരിക്കും പറഞ്ഞാല് മരുന്നില്ല. ഈ ബ്രെയിൻ ട്യൂമർ എന്ന് പറഞ്ഞ അസുഖത്തിന് സർജറി അല്ലാതെ മരുന്നില്ല. ഈ സർജറിക്ക് ഞാൻ തയ്യാറല്ല. അന്ന് ഞാൻ തയ്യാറായിരുന്നു. കാരണം എനിക്ക് അന്ന് അതിനുള്ള ബുദ്ധിയുള്ളായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. സർജറി കഴിഞ്ഞിട്ട് അറിഞ്ഞിട്ടുണ്ടാവില്ലേ ബ്രെയിൻ ട്യൂമർ ആണെന്ന്? അപ്പം എന്താ പറഞ്ഞത്? അപ്പൊ തന്നെ ടെൻഷനാണ് ഞാൻ. പക്ഷെ ടെൻഷൻ പറഞ്ഞാല് ആ ടൈമിൽ കുറച്ച് സീരിയസ് ആയിരുന്നു. അപ്പൊ എനിക്ക് അന്ന് ഞാൻ ഒന്നുമില്ലാതെ രക്ഷപ്പെട്ട പോലെ ഇനി ചിലപ്പോ ഒരു സർജറി കഴിഞ്ഞാൽ രക്ഷപ്പെടണമെന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിന് തയ്യാറല്ലാത്തത്. അപ്പൊ ഞങ്ങളിപ്പോ എവിടെയെങ്കിലും ഒരു ഡോക്ടർ ഉണ്ട് അങ്ങനെ പറയുമ്പോ ഞങ്ങള് ഏത് ഡോക്ടർ ആണെങ്കിലും ഞങ്ങൾ അവിടെ എത്തിപ്പെടും. അങ്ങോട്ട് പോയി നോക്കും. പക്ഷെ ഈ ഒരു ഇന്റർവ്യൂ കാണുമ്പോ എനിക്ക് തോന്നുന്നു ഇനി ഒരുപാട് ആൾക്കാര് പറയുമായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഞങ്ങളുടെ അടുത്ത് വന്നത് അങ്ങനെ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് കോളുകൾ അവിടെ ഡോക്ടർ ഉണ്ട് ഇവിടെ ഡോക്ടർ ഉണ്ട് അങ്ങോട്ട് പോയി ഞങ്ങള് പോരാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടോ. അപ്പോ ഇവര് അന്ന് പറഞ്ഞു ഇതൊക്കെ റീച്ചിനും മാണ്ടിയാണ്ട് റീച്ചിനും മാണ്ടിയാണ്ടാണ്. ഇപ്പൊ നിങ്ങൾ ഇരുന്നപ്പോ ഞാൻ ഒരാൾക്ക് 2-3 വട്ടം ഞാൻ കോൾ ചെയ്തു. മൂപ്പര് ഒരു ഹോസ്പിറ്റലിൽ കൂട്ടുകയാണെങ്കിൽ റിസൾട്ട് വാങ്ങാനാണ് നിങ്ങളോട് പറഞ്ഞത്. ഓർമ്മയുണ്ടോ? അതാണ്. അതിൽ ഇവിടെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞങ്ങൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഞങ്ങൾ ജേക്കബ് സാറെ കാണാൻ വേണ്ടിയാണ്ട് പോവുകയാണ്. കോഴിക്കോട് തൊണ്ടയാട് മൂപ്പരെ വീട്ടിലേക്കാണ് പോകണം. പേര് പോയപ്പോ ഉണ്ട് ഒരു പെൺകുട്ടി ഇങ്ങനെ കുഞ്ഞാക്കോ നിങ്ങൾ ഞാൻ അറിയോ ചോദിച്ചു. അപ്പോ ഞാന് സത്യം പറഞ്ഞാല് ഒരു 10-15 വയസ്സായ പെൺകുട്ടിയാണ്. ഞാൻ നോക്കുമ്പോ അന്തം പൊട്ടു. റബ്ബേ ഇത് ആരച്ച് മനസ്സിലായി. അപ്പൊ വാർഡില് ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നല്ലോ പറഞ്ഞു. അപ്പൊ ഈ കുട്ടിയുടെ ചെറിയും കൂടി കയ്യും കൂടി കണ്ട് ഇവിടെ സെയിം അസുഖം ഇതാ കണ്ടു. എന്നിട്ട് ഇവിടെ കുട്ടിയുടെ കയ്യിൽ ബലൂണാണ്. ബലൂൺ ഇങ്ങനെ വീർപ്പിച്ചാൽ വേണ്ടി കൊടുത്തത്. എന്റെ അവസ്ഥ എങ്ങനെ ജസിത്താത്താക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ പറഞ്ഞു. ആ കുട്ടീനെ ഞങ്ങൾ കണ്ണിൽ കണ്ടത് അങ്ങനെയാണ്. പിന്നെ നമുക്ക് അറിയില്ലല്ലോ ഏതാണ്. ചിലപ്പോ ആ കുട്ടിയൊക്കെ ഈ വീഡിയോ ചിലപ്പോ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എവിടെയാണ് ആ കുട്ടി എന്താണെന്ന് തന്നെ ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് പേടിയുള്ളത് അല്ലേ? ഇപ്പൊ തലവേദനിച്ച് നോക്കുമ്പോ ചിലപ്പോ റിച്ച് വന്നാണ്ട് അറിയും ഇങ്ങനത്തെ തപ്പ അങ്ങനെ നോക്കിയിരിക്കണത്. ആശുപത്രിക്ക് എടുത്ത് കൊണ്ടുവരാം. മിഞ്ഞാന്നും അതിൻ്റെന്നും ഇവിടെ കടക്കിയിരുന്നു. അപ്പൊ മാമ ഉണ്ട്. മാമ പറഞ്ഞാൽ ഇപ്പൊ അതിനെക്കൊണ്ട് നമ്മള് 2ാമത് കല്യാണം കഴിപ്പിച്ചിട്ടുണ്ട്. അപ്പോ മാമ നമുക്ക് നല്ലൊരു സഹായമാണ്. സഹായം പറഞ്ഞാൽ ഞങ്ങളെ കുട്ടികളതാണെങ്കിലും ശരി, പിന്നെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും മാമ ഇവൾക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ട് എന്ന് പറഞ്ഞാൽ മാമ വണ്ടി വന്നാണ്ട് ഇവളെ പിന്നെ തലമേ എന്താ കേട്ടത്
ഐസ് നല്ല തലവേദന ഉള്ള ടൈമിൽ അതൊക്കെ ചെയ്തുതരും മാമ. ഐസ് നനച്ചിട്ട് തുണി നനച്ചിട്ട് വെച്ച് തരും. അല്ലെങ്കിൽ എനിക്ക് പിന്നെ ഇടക്കിടക്ക് എനിക്ക് പ്രഷർ ലോ ആവും. നമ്മളെ ശരീരം പറ്റങ്ങട്ട് തണുക്കാണ്. തണുത്ത് പിന്നെ നമ്മള് ചൂടാക്കി കൊടുക്കണം. ഒരുതി എങ്ങനെ നാരങ്ങ വെള്ളം ഉപ്പിട്ടൊക്കെ കുടിച്ചിട്ട് അങ്ങനെയൊക്കെ ലെവലാവാണ് ചെയ്യാ. അതിനൊക്കെ മാമ വന്നിട്ട് ചെയ്യാ.